പെഹൽഗാമിലെ അക്രമവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം വലിയ പ്രതിഷേധത്തിലേക്ക് പോവുകയാണ്. ആ സമയത്ത് തന്നെയാണ് അതിലെ അക്രമത്തിന് പങ്കെടുത്ത ആളുകൾ എന്ന് പറയുന്ന സൂത്രധാരനൊക്കെ ഇന്നലെ വധിക്കുകയുണ്ടായി. അപ്പോൾ ഇതിപ്പോൾ സർക്കാരിനൊരു മുതൽക്കൂട്ടാവുമോ ഇങ്ങനൊരു ഇത് നടന്നത്? തീർച്ചയായിട്ടും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഷിബിലി അത് പറഞ്ഞു നിൽക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ആദ്യം നമുക്ക് ഈ കാരണം എന്താണ് എന്നുള്ളതിലേക്ക് വരാം. ആദ്യം ഇതിലുള്ള 3 പേരെ നമ്മുടെ സൈന്യം പിടികൂടി വധിച്ചിരിക്കുന്നു. അതൊന്ന് സുലൈമാൻ ഹാഷിം മൂസ ഹാജി എന്ന് പറയുന്ന ഒരാളാണ്. അദ്ദേഹത്തെ സാധാരണ സുലൈമാൻ എന്നും മൂസ എന്നും ഒക്കെ വിളിക്കാറുണ്ട്. അപ്പോൾ സുലൈമാൻ ഹാഷിം മൂസ ഹാജി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണ പേര്. അയാൾ യഥാർത്ഥത്തിൽ ഒരു പാക് മിലിറ്ററി ഉദ്യോഗസ്ഥനായിരുന്നു. ഇപ്പോഴും അതിൻ്റെ ഭാഗമായി തന്നെ ആയിരിക്കും അയാൾ ഇപ്പോൾ ലഷ്കർ ഇ തോയ്ബക്കൊക്കെ വേണ്ടി പണിയെടുക്കാൻ വേണ്ടിയും ദ റെസിസ്റ്റൻസ് ഫ്രണ്ടിന് വേണ്ടി പണിയെടുക്കാൻ വേണ്ടിയൊക്കെ ഇവിടെ വന്നിട്ടുണ്ടാവുക. അയാളായിരുന്നു ഇതിൻ്റെ ഏറ്റവും വലിയ സൂത്രധാരൻ ഈ പഹൽഗാം അറ്റാക്കിൻ്റെ. അപ്പോൾ ആ പഹൽഗാം അറ്റാക്കിൽ നമുക്കറിയാമല്ലോ 26ഓളം പേർ കൊല്ലപ്പെട്ടു. അപ്പോൾ അവരൊക്കെ തന്നെ കൊല്ലപ്പെട്ടതിന് കൃത്യമായി പകരം ചോദിക്കാനായിട്ട് ഇന്ത്യൻ സൈന്യത്തിന് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. പിന്നെ ഇദ്ദേഹത്തിൻ്റെ കൂടെ ജിബ്രാൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. അയാൾ സോനാമാഡ് തുരങ്ക നിർമ്മാണ സ്ഥലത്ത് നിന്ന്, അതായത് അവിടെ ഒരു 7 പേരുടെ മരണത്തിനിടയാക്കിയിട്ടുള്ള അറ്റാക്കിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരാളാണ്. അയാളും ഈ പഹൽഗാം അറ്റാക്കിൽ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ ഗവൺമെൻറ് പറയുന്നത്. അപ്പോൾ അയാളെ പിടികൂടി വധിച്ചിട്ടുണ്ട്. കൂടാതെ ഹംസ അഫ്ഗാനി എന്ന് പറയുന്ന ഒരാൾ, ഈ 3 പേരെയാണ് പിടികൂടി വധിച്ചത്. അപ്പോൾ ഇതിലേക്ക് നയിച്ച കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഒരു ചൈനീസ് നിർമ്മിതമായിട്ടുള്ള സാറ്റലൈറ്റ് ഫോൺ, അതിൽ നിന്നുള്ള സിഗ്നലുകൾ കിട്ടുകയും ആ സിഗ്നലിൻ്റെ അടിസ്ഥാനത്തിൽ ശ്രീനഗറിലുള്ള ദക്ഷിൻ ഗാമയിലെ ഒരു ലിഡ്വാസ് എന്ന് പറയുന്ന ഒരു വനവേശ മേഖലയുണ്ട്. ആ മേഖലക്കടുത്താണ് ഇത് കണ്ടെത്തുകയും അവിടെ ഈ സൈന്യം ചെന്ന് ഇവരെ വളയുകയും ചെയ്തു. വളയുമ്പോൾ ഇവർ പഹൽഗാമിൽ ഇത്രയും പേരെയൊക്കെ കൊന്നതിന് ശേഷം ഇവർ റിലാക്സേഷനിൽ അവിടെ നിന്ന് ഫുഡ് ഉണ്ടാക്കി കഴിക്കാനുള്ള ഒരുക്കത്തിലൊക്കെ ആയിരുന്നു. അപ്പോഴാണ് അവരെ പിടികൂടിയിട്ടുള്ളത്. അപ്പോഴാണ് വെടിവെപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലപ്പെട്ടിട്ടുള്ളത്. ആ അതായത് പഹൽഗാം അറ്റാക്കിൽ പങ്കെടുത്ത ആളുകളെ വധിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഇന്നിപ്പോൾ അമിത്ഷാ പാർലമെൻറ്റിൽ പ്രസ്താവിച്ചിട്ടുള്ളത്. പക്ഷേ പ്രസ്താവനയിൽ ഒരു കുഴപ്പമുള്ളതായിട്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അവിടെ കൊല്ലപ്പെട്ട ഹിന്ദുക്കളായിരുന്നു എന്നുള്ളതാണ്. പ്രതിപക്ഷം അപ്പോൾ പറഞ്ഞത് കൊല്ലപ്പെട്ടത് ഹിന്ദുക്കളല്ല, ഭാരതീയരാണെന്നുള്ളതാണ്. അതാണ് യാഥാർത്ഥ്യം. കൊല്ലപ്പെട്ടവരൊക്കെ തന്നെ ഭാരതീയരാണ്, അവരുടെ മതമൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത്തരത്തിൽ ആളുകൾ കൊല്ലപ്പെട്ടു. ആ കൊല്ലപ്പെട്ടതിന് കൃത്യമായിട്ടുള്ള ഒരു തിരിച്ചടി കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. ഇതിൻ്റെ ഈ ഓപ്പറേഷൻ്റെ പേര് ഓപ്പറേഷൻ മഹാദേവ എന്നുള്ളതാണ്. പക്ഷേ ഈ ഓപ്പറേഷൻ മഹാദേവയെക്കുറിച്ച് ഇപ്പോഴും അവരുടെ ആ ക്യാമ്പിൽ നിന്ന് തന്നെ AK-47 12ഓളം വരുന്ന ഗ്രനേഡുകളും ചില ചൈനീസ് നിർമ്മിതമായിട്ടുള്ള ചില വെപ്പൺസും അടക്കം പലതും കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ മുഴുവൻ കാര്യവും ഇപ്പോഴും സൈന്യം പുറത്തു വിട്ടിട്ടില്ല. കാരണം ഇതിനേക്കാൾ കൂടുതൽ ആളുണ്ടാകുമോ അല്ലെങ്കിൽ ഇനി അവരെ പിടിക്കാനുണ്ടോ എന്നുള്ളതും പുറത്തേക്ക് വിട്ടിട്ടില്ല. അതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട കാരണം ഈ ഓപ്പറേഷൻ മഹാദേവ എന്ന് പറയുന്ന ഓപ്പറേഷൻ ഇപ്പോഴും തുടരുകയാണ്. ഇവരെ 3 പേരെ പിടികൂടി വധിച്ചതുകൊണ്ട് മാത്രം അവസാനിച്ചിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഉറപ്പായിട്ടും തുടരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സാർ, അപ്പോൾ ഈ പ്രതിപക്ഷം പല ചോദ്യങ്ങളും ഉന്നയിക്കുന്നുണ്ട് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷവുമായി ബന്ധപ്പെട്ട്. ഇപ്പം ഇങ്ങനെ തന്നെയാണ് അവർ ഇത്രയും കാലം കാശ്മീർ ഉണ്ടോ എന്നുള്ള ചോദ്യം ഉണ്ടായിട്ടും എന്തേ പിടിക്കാഞ്ഞതെന്നുള്ള ചോദ്യം വരില്ലേ? അല്ല, ഷിബിലി പറഞ്ഞ പോലെ ആ ചോദ്യത്തിന് ഇപ്പോൾ ഏതാണ്ട് ഒരു പകുതിയോളം ഉത്തരമായിരിക്കുന്നു. ഇപ്പോൾ മുഴുവൻ ഉത്തരമായി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഏതാണ്ട് പകുതിയോളം ഗവൺമെൻറ് പറഞ്ഞേക്കാവുന്ന ഒരു ഉത്തരമുണ്ട്. പക്ഷേ ഇതിനകത്ത് ഷിബിലി ഈ രാഷ്ട്രീയമായിട്ടുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഞാൻ വിചാരിക്കുന്നത് ഇതൊന്നുമല്ല. അത് നമ്മൾ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് നയതന്ത്ര മേഖലയിൽ നമ്മളിപ്പോൾ നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയതിനു ശേഷം അദ്ദേഹം ഏതാണ്ട് 82ഓളം വിസിറ്റുകൾ 75ഓളം രാജ്യങ്ങളിലായി നടത്തിയിട്ടുണ്ട്. അതിൻ്റെ കണക്കൊക്കെ നമ്മൾ കഴിഞ്ഞോടെ പറഞ്ഞിരുന്നു. കാരണം 362 കോടി രൂപയോളം ചിലവായിട്ടുണ്ട്. കോടിയൊക്കെ പോട്ടെ, കുഴപ്പമില്ല. പക്ഷേ അതിനൊക്കെ എന്ത് റിസൾട്ട് ഉണ്ടായി, എന്താണ് ഗുണമുണ്ടായത് എന്നൊക്കെയാണ് പ്രതിപക്ഷം യഥാർത്ഥത്തിൽ ചോദിക്കേണ്ടത്. പക്ഷേ പ്രതിപക്ഷത്തിന് ഇതൊക്കെ ചോദിക്കാൻ പറ്റും. ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചും അതുപോലെ ഓപ്പറേഷൻ മഹാദേവിനെ കുറിച്ചും ഒക്കെ വലിയ വിമർശനങ്ങൾ ഉയർത്താനാണ് പ്രതിപക്ഷം പാർലമെന്റിലേക്ക് ചെന്നത്. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ശശി തരൂരിനെ പോലെയുള്ള ആളുകൾ കൃത്യമായിട്ട് നരേന്ദ്രമോദി പറയുന്നതൊക്കെ ശരിയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഷിബിലേക്ക് അറിയേണ്ടത് ഏതാണ്ട് 27 തവണ ട്രംപ് പറഞ്ഞു കഴിഞ്ഞു ഞാൻ ഇടപെട്ടിട്ടാണ് എന്ത് ചെയ്തത് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള വെടിനിർത്തൽ സാധ്യമായത് എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോഴും അതിൻ്റെ കൃത്യമായ ഒരു അറ്റാക്ക് നടത്താൻ കോൺഗ്രസിന് കഴിയുമോ എന്ന് എനിക്കറിയില്ല. രാഹുൽ ഗാന്ധി ഒരു പരിധി വരെയൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് അറ്റാക്ക് നടത്തുമായിരിക്കും. പക്ഷേ ശശി തരൂരിനെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി പ്രയോജനപ്പെട്ടാനെ. പക്ഷേ ശശി തരൂർ ഷിബിലി അറിയേണ്ടത് ഇത്തരത്തിലൊരു അവസരം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും അദ്ദേഹം അത് ഏറ്റെടുക്കാൻ തയ്യാറായിട്ടില്ല. പിന്നെ നമ്മുടെയൊക്കെ തന്നെ സംശയം അദ്ദേഹം ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം അദ്ദേഹം ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കാനില്ല, BJP-യിലേക്ക് അംഗത്വം എടുത്തുകൊണ്ടുള്ള ഒരു പണിക്കും അദ്ദേഹം
തയ്യാറല്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യം, കേരളത്തിൽ പോലുമല്ല, യഥാർത്ഥത്തിൽ ഇന്ത്യ ഒട്ടുക്ക് കൊടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ. ഇപ്പോൾ ട്വിറ്ററിൽ, അതായത് എക്സിലൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സ് എന്ന് പറയുന്നത് മറ്റ് നേതാക്കന്മാരെയൊക്കെ വളരെ കൂടുതലാണ്. 9 ലക്ഷത്തിലധികം ഉണ്ട്. അദ്ദേഹത്തിൻ്റെ യൂട്യൂബിൽ തന്നെ നമുക്കറിയാം അദ്ദേഹത്തിനാണ് ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പ് ഉള്ളത്. കോൺഗ്രസ് നേതാക്കന്മാർ 7.5 ലക്ഷത്തോളം ആളുകൾ അദ്ദേഹത്തിന് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ കുറേ കൂടി, അല്ലെങ്കിൽ തന്നെ ഒരു ഇൻ്റർനാഷണൽ മാധ്യമങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിനൊക്കെ ഉപയോഗിക്കപ്പെടുത്താൻ കഴിയാതെ കോൺഗ്രസ് എത്രമാത്രം പ്രതിരോധം തീർക്കും, എത്രമാത്രം അറ്റാക്ക് ഉണ്ടാകും എന്നൊക്കെ നമുക്കറിയില്ല. രാജ്നാഥ് സിംഗ് കൃത്യമായി പ്ലാൻ ചെയ്തിട്ടാണ് പോയിട്ടുള്ളത്. പ്രത്യേകിച്ചും ഈ ഒരു അറ്റാക്ക് നടന്നതോടുകൂടി തന്നെ, ഇത്തരത്തിൽ ആളുകളെ വധിക്കാൻ കഴിഞ്ഞതോടുകൂടി തന്നെ, പഹൽഗാമിൽ അറ്റാക്ക് നടത്തിയ ഭീകരന് നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങൾ പാകിസ്ഥാനിലെ ടെറർ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ തകർത്തിട്ടുണ്ടാവാം എന്ന് പറയുന്ന വാദത്തിന് ചെറിയ തോതിൽ മങ്ങലേറ്റിട്ടുണ്ട്. അത് ശക്തിയായി ഉയർത്താൻ കഴിയില്ല. തീർച്ചയായിട്ടും രാജ്നാഥ് സിംഗിന് അതെല്ലാം ഡിഫെൻഡ് ചെയ്യാൻ പറ്റും. ആ കാര്യത്തിലൊന്നും സംശയം ഉണ്ടാവില്ല. പിന്നെ എൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത്, ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് പ്രതിപക്ഷ പാർട്ടികളുടെയൊക്കെ എം പിമാരായിരിക്കും കുറച്ചുകൂടി, ഇപ്പോൾ DMKയുടെ ഒക്കെ എം പിമാരായിരിക്കും കുറച്ചുകൂടി കടന്നാക്രമണം നടത്തുക. കാരണം കോൺഗ്രസിൻ്റെ എം പിമാരൊക്കെ ഇത് കൃത്യമായി പഠിച്ച് അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതയൊക്കെ തന്നെ വളരെ കുറവാണ്. ഇപ്പോൾ അത് ഷിബിലിയോട് പറഞ്ഞാൽ അറിയാലോ. ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം കേരളത്തിൽ ആരാണ് എത്ര ശക്തമായിട്ടുള്ള ഒരു അറ്റാക്കിലേക്ക് പോകാൻ സാധ്യത എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ RSPയുടെ NK പ്രേമചന്ദ്രനൊക്കെ പോയേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു അറ്റാക്കൊന്നും, അല്ലെങ്കിൽ വലിയ തോതിലുള്ള അറ്റാക്കൊന്നും ഗവൺമെൻറ്റിന് നേരിടേണ്ടി വരില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. രാഷ്ട്രീയമായി നോക്കുമ്പോൾ എന്താണെങ്കിലും ഇത്തരത്തിലുള്ളൊരു കാര്യം പാർലമെൻറ്റിൻ്റെ തുടക്കത്തിൽ 2ാമത്തെ ദിവസം തന്നെ സംഭവിച്ചതിൽ, ഈ സെഷൻ്റെ 2ാമത്തെ ദിവസം തന്നെ സംഭവിച്ചത് ഗവൺമെൻറ് വലിയ തോതിൽ ആശ്വാസമേകുന്ന ഒരു കാര്യമാണ്.